പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. വളരെ മനോഹരമായ വാഗ്ദത്ത വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ വചനം സംസാരിക്കുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവ കഥ പറയാം. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീട്ടിൽ കന്നുകാലികൾ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ തന്നെയല്ല, ഞങ്ങളുടെ അയൽവക്കത്തുള്ള വീടുകളിലൊക്കെയും കന്നുകാലികളുണ്ട്. പള്ളിക്കൂടത്തിൽ നിന്നും വീട്ടിൽ വന്നാൽ വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങളുടെ കന്നുകാലികളെ എല്ലാം ചേർത്തുകൊണ്ട് അടുത്തുള്ള കണ്ടത്തിലും തീറ്റിയുള്ള സ്ഥലങ്ങളിലുമെല്ലാം തീറ്റുവാൻ പോകും. സന്ധ്യയായി കഴിഞ്ഞാൽ കന്നുകാലികളെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരും. എൻ്റെ ഭവനത്തിന് തൊട്ടു മുമ്പുള്ളതായ ആ 2 വീടുകളിൽ നല്ല കെട്ടുറപ്പുള്ള എരുത്തിലുകളുണ്ട്. കന്നുകാലികൾക്ക് സുഖമായി കിടക്കുവാനും പാർക്കുവാനും അവർക്ക് ആവശ്യമായ തീറ്റയും എല്ലാം അവിടെയുണ്ട്. അവർ സുരക്ഷിതരാണ്. ആ തൊഴുത്തിൽ പാർക്കുന്നതായ കന്നുകാലികൾ വളരെ സന്തോഷവാരാണ്. എന്നാൽ എൻ്റെ ഭവനത്തിൽ കന്നുകാലികൾക്ക് തക്കതായ ഒരു എരുത്തിലോ സൗകര്യങ്ങളോ ഇല്ല. നല്ലതുപോലെ ഒന്ന് വിശ്രമിക്കുവാൻ പോലും അതുങ്ങൾക്ക് കഴിവില്ല. കാരണം ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുണ്ടാക്കിയതായ ഒരു എരുത്തിലാണ്, അല്ലെങ്കിൽ ഒരു ചരിപ്പ് പോലെ ഉണ്ടാക്കിയ എരുത്തിലാണ്. എന്നെ വളരെ അത്ഭുതവാനാക്കിയ വിഷയം, വൈകുന്നേരത്ത് ഞങ്ങൾ കന്നുകാലികളെ അഴിച്ചുവിട്ട് കൊണ്ടുവരുമ്പോൾ എൻ്റെ കന്നുകാലികൾ സൗകര്യമുള്ളതായ തൊട്ടടുത്ത വീട്ടിലെ എരുത്തിലുകളിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യുകയില്ല. അതിന് നൽകപ്പെട്ടതായ എരുത്തിൽ ഏതാണെന്ന് വെച്ചാൽ അത് നേരായി കഷ്ടതയാണെങ്കിലും എത്ര പ്രയാസമാണെങ്കിലും ആ ചാർത്ത് പോലുള്ള ചരിപ്പ് പോലുള്ള എരുത്തിലേക്ക് എൻ്റെ കന്നുകാലികൾ സന്തോഷത്തോടെ കടന്നു വരും. ഒരിക്കൽ പോലും മറ്റ് സൗകര്യങ്ങളെ തേടി എൻ്റെ കന്നുകാലികൾ പോകാറില്ല. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു വചനം എനിക്ക് ഓർമ്മയായി. ഞാൻ എപ്പോഴും എൻ്റെ നാവിൽ വരുന്നത്, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽക്കൂടിനെയും അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനിയും നമ്മൾ ഇന്ന് വായിച്ചതായ വചനഭാഗത്തേക്ക് ഒന്ന് കടന്നു വരാം. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ യേശു ആകുന്നു ആട്ടിൻ തൊഴുത്തുകളുടെ വാതിലെന്നും യേശു ആകുന്നു നല്ല ഇടയനെന്നും ആ തൊഴുത്തിൽ പ്രവേശിക്കുന്നവർ സുരക്ഷിതരാണെന്നും അവർക്ക് ആവശ്യമായതൊക്കെ അവിടെ കൊടുക്കുന്നുവെന്നും ആ തൊഴുത്തിൽ ഉള്ളതുകൊണ്ട് ആടുകൾ സംതൃപ്തരായിരിക്കണം എന്നും കർത്താവ് അവിടെ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം നാം വായിച്ചതായ വചനത്തിൽ കർത്താവ് ഉച്ചരിച്ചതായ വളരെ വ്യക്തമായി നാം പഠിച്ചു നോക്കുമ്പോൾ മനുഷ്യനിൽ ഉള്ളതായ 2 അനുഭവങ്ങളെക്കുറിച്ച് കർത്താവ് അവിടെ പ്രകീർത്തിക്കുന്നു. 2 ജീവിതം മനുഷ്യനിലുണ്ട്. ഒന്ന് അകത്തെ ജീവിതം, 2 പുറത്തെ ജീവിതം. അങ്ങനെയാണ് എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യും. കർത്താവാകുന്ന വാതിലിൽ കൂടെ അകത്ത് കിടക്കുന്നതായ ആടുകൾ അവർക്ക് രക്ഷയുണ്ട്. കാരണം ആ തൊഴുത്തിലെ സൗകര്യങ്ങളല്ല, അല്ലെങ്കിൽ ആ തൊഴുത്തുകളുടെ ആഡംബരമല്ല കാര്യം. എന്നാൽ ആ തൊഴുത്തുകളിലുള്ള ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതായ ഒരു ഇടയൻ അവിടെയുണ്ട്. ചെന്നായ്ക്കളുടെയും ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ തക്ക ശക്തിയുള്ള മനസ്സൊരുക്കമുള്ള ജീവൻ കൊടുക്കുന്ന ഒരു നല്ല ഇടയൻ ഉള്ള തൊഴുത്ത്. അതാണ് ഇങ്ങനെ ഒരു ഇടയൻ, കാവൽക്കാരൻ ഏത് തൊഴുത്തുകളിലുണ്ടോ ആ തൊഴുത്തിൻ്റെ പ്രാധാന്യത, വിശേഷത അതിൻ്റെ സുരക്ഷിതത്തെ ആശ്രയിച്ചിരിക്കും. കർത്താവ് പറയുന്നു, ഈ വാതിലിൽ കൂടെ കിടക്കുന്നവൻ ഈ തൊഴുത്തിൽ രക്ഷ പ്രാപിച്ചവനായിരിക്കും. അതിനുശേഷം 2ാമത്തെ വിഷയത്തിലേക്ക് കർത്താവ് പറയുന്നത്, അവർ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യും. പുറത്തു പോകുമ്പോൾ അവൻ്റെ മേച്ചിൽ അവന് കിട്ടും. അതായത് അവൻ്റെ ഭൗമികമായ ജീവിതത്തിലെ, ഈ ലോകത്തിലെ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. അകത്ത് കർത്താവെന്ന വാതിലിൽ കൂടെ കടന്നവൻ, അതേ കർത്താവെന്ന വാതിലിൽ കൂടെ ആ വാതിലിലെ നിയമങ്ങൾ അനുസരിച്ച് പുറത്തു പോകുമ്പോൾ ആ ഇടയൻ ആ പുറത്ത് സഞ്ചരിക്കുന്നതായ ആടുകളുടെ മേൽ അവൻ്റെ ദൃഷ്ടി ഉണ്ടായിരിക്കും.
അവൻ്റെ കാവലുണ്ടായിരിക്കും. അവനും വേണ്ടതായ അവൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുവാൻ ശക്തനായ ഒരു ഇടയൻ അതിനോടുകൂടി ഉണ്ടെന്നുള്ളതായ ഒരു ആശ്വാസം അവൻ്റെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്നു, സുരക്ഷിത ബോധം കൊണ്ടുവരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായ ജീവിതത്തിനും ഭൗമികമായ ജീവിതത്തിനും യേശു മതിയായവൻ എന്നുള്ളതായ ഒരു വാഗ്ദത്തമാണ് കർത്താവ് ഈ വചനത്തിൽ കൂടെ നമുക്ക് നൽകുന്നത്. ക്രിസ്തു എന്ന വാതിലിൽ കൂടെ കടക്കുന്നവൻ അവൻ്റെ ആത്മരക്ഷയ്ക്ക് അവൻ യോഗ്യനായിത്തീരുന്നു. അവൻ്റെ ആത്മാവിൻ്റെ രക്ഷ അവനെ ശത്രുക്കൾ ആക്രമിക്കുവാൻ സാധ്യമല്ല. കാരണം ചെന്നായ്ക്കളുടെയും ശത്രുക്കളുടെയും ഇടപെടലുകളിൽ നിന്ന് സുരക്ഷിതമായി അവനെ രക്ഷിക്കുവാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളതായ പ്രത്യാശയാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥ. എന്നാൽ ആ തൊഴുത്തുകളിൽ പല പരിമിതികൾ കാണും. ആ തൊഴുത്തുകളിൽ മറ്റുള്ള ലോകത്തിലുള്ളതായ തൊഴുത്തുകളെ പോലുള്ള ആഡംബരങ്ങളൊന്നും കാണത്തില്ലായിരിക്കാം. നിന്റെ ഉറക്കം വളരെ കഷ്ടത്തിനുള്ളതായിരിക്കാം. നീ ഞെരുക്കങ്ങളിൽ കൂടെ ആയിരിക്കാം ആ തൊഴുത്തിൽ പ്രവേശിക്കുന്നതും അല്ലെങ്കിൽ ആ തൊഴുത്തിൽ കടക്കുന്നതും. എന്നാൽ നിനക്ക് വേണ്ടി ജീവൻ നൽകുന്നതായ ഒരു ഇടയൻ അവിടെ ഉള്ളപ്പോൾ നിന്റെ ആവശ്യങ്ങൾ നിന്നോട് സഹതാപം കാണിക്കുന്നവനാണ്. നിന്റെ വേദനയിൽ നിന്നെ താങ്ങുവാനും ശുശ്രൂഷിക്കുവാനും കഴിവുള്ള ഒരു ഇടയനെ നിനക്കവിടെ ദർശിക്കുവാൻ കഴിയും. അതിനുശേഷം അതേ വ്യവസ്ഥയിൽ കൂടെ പുറത്തു പോകുമ്പോൾ നീതിപൂർണമായ ഒരു ഔദ്യോഗിക ജീവിതം, ഒരു ഭൗമിക ജീവിതം നിനക്ക് കാഴ്ചവെക്കുവാൻ തക്കവണ്ണം നിന്റെ ഇടയൻ്റെ ദൃഷ്ടി നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നിനക്കുള്ള ആഹാരം ദൈവം നിനക്ക് തരും. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവനെ നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ദാവീദ് പറയുന്നതായ സങ്കീർത്തനം 23-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രത്യാശയുടെ വാക്കുകൾ, അതത്ര സന്തോഷകരമായ വാക്കുകൾ, ഈ ലോകത്തിൽ അല്ലലില്ലാത്ത ജീവിതം, അതാണ് ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് ലഭ്യമായി തീരുന്നത്. ഈ പ്രഭാതത്തിൽ തന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നതായ ഈ വാഗ്ദത്ത വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ നോക്കൂ, കർത്താവ് പറയുന്നു, ഈ വാതിലിൽ കൂടെ എന്നിൽ കൂടെ അകത്ത് പ്രവേശിക്കുന്നവൻ അവൻ സുരക്ഷിതനാണ്. കാരണം ഞാൻ അവന് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുന്നു. അവിടെയുള്ളതായ കഷ്ടതകളും പരിമിതികളും നീ സന്തോഷത്തോടുകൂടെ അനുഭവിക്കുമ്പോൾ, നീ അതേ വാതിലിൽ കൂടെ പുറത്തു പോകുമ്പോൾ, ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ ഈ ലോകത്തിലെ ജീവിതങ്ങൾ നീ തന്നെ നോക്കുമ്പോൾ അല്ലെങ്കിൽ പരിശ്രമിക്കുമ്പോൾ, നീ അധ്വാനിക്കുമ്പോൾ, ആ അധ്വാനത്തിൻ്റെ ഫലം നിനക്കുള്ള നല്ല മേച്ചിൽ പുറത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുവാനും തിരിച്ചു കൊണ്ടുവരുവാനും ആ ഇടയൻ എപ്പോഴും നിന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഒരു മനുഷ്യന് ഈ ലോകത്തിൽ കിട്ടുവാനുള്ളതായ ഏറ്റവും വലിയ ഭാഗ്യം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ മാത്രം ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ക്രിസ്തുയേശുവിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ രക്ഷയ്ക്ക്, നമ്മുടെ ആത്മീക ജീവിതത്തിന്, നമ്മുടെ ഭൗമിക ജീവിതത്തിന്, സകലത്തിനും മതിയായ ഒരു ദൈവത്തെ കണ്ടെത്തുന്ന ഒരു മനുഷ്യന്റെ ഭാഗ്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവൻ അകത്ത് വരുന്നു, അവൻ പുറത്തു പോകുന്നു. അവൻ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നവൻ, മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായി തീരുന്നവൻ, പരാതികളില്ലാത്തതായ ജീവിതം. അവൻ്റെ വേദനയ്ക്കും അവൻ്റെ സങ്കടത്തിനും അവൻ്റെ ആവശ്യങ്ങൾക്കും അവൻ്റെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതായ ഒരു ഇടയൻ അവനോടുകൂടി ഉണ്ട് എന്നുള്ളതായ ഒരു വാഗ്ദത്തം ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്ന വചനമാണ് ഇന്ന് ദൈവാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. നാം വായിച്ചതായ വേദഭാഗത്തിലേക്ക് വീണ്ടും ഒന്ന് വരാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഈ വാതിലിൽ കൂടെ കടക്കുവാൻ, സുരക്ഷിതമായ ഒരു ജീവിതം ചെയ്യുവാൻ, രക്ഷകനായ യേശുവിനെ കണ്ടെത്തുവാൻ, അവൻ്റെ സംരക്ഷണയിലായിരിക്കാൻ, നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ വരുന്ന ഇടയനെ കണ്ടെത്തുവാൻ ദൈവം നിന്നെ ഈ പ്രഭാതത്തിൽ സഹായിക്കുമാറാകട്ടെ. God bless you.